It's electric. It's fast. It's bold. This is power, style, and confidence. It's an EV with attitude. See you at the usual spot, 10 p.m. Let's ride the Bolt. The all-new Roar Easy Sigma. The Bolt Electric. The first ever made in India for the world electric bike. Team Oben Electric. Madhumita, Dinkar and Sagar. നിങ്ങൾ മൂവർക്കും ഈ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം. വളരെ മികച്ച ബൈക്കാണിത്. പിന്നെ ഇതിൽ വളരെ സന്തോഷിക്കാവുന്ന ഒരു കാര്യം എന്താണെന്നാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് എവർ മെയ്ഡ് ഇൻ ഇന്ത്യ EV ബൈക്ക് ഫോർ ദി വേൾഡ്. സോ കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദാറ്റ്. Thank you very much. Thank you. സത്യം പറഞ്ഞ ഓട്ടോമൊബൈല് വളരെയധികം കോമ്പറ്റീറ്റീവ് ആയ ഒരു ബിസിനസ്സാണ്. സോ ഇങ്ങനൊരു ഐഡിയ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അതിനുള്ള ധൈര്യം എങ്ങനെ കിട്ടി? അതുപയോഗിച്ച് നിങ്ങൾ ഒരു ബൈക്ക് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഈ ഒരു ഐഡിയ വീട്ടിൽ നിന്നാണ് കിട്ടിയത്, എൻ്റെ അച്ഛനിൽ നിന്നാണ്. അതായത് ആദ്യം എൻ്റെ അച്ഛൻ എന്നെ 2 വീലർ ഓടിക്കാൻ പഠിപ്പിച്ചപ്പോൾ സ്കൂട്ടറിൽ നിന്നാണ് അത് തുടങ്ങിയത്. പക്ഷേ രഹസ്യമായിട്ട് ഞാൻ എൻ്റെ ചേട്ടൻ്റെ ബൈക്ക് എടുത്തോണ്ട് പോകുമായിരുന്നു. ബീങ് എ വുമൺ, ബീങ് എ ഗേൾ, ഒരു ബൈക്ക് ഓടിക്കുക എന്ന് വെച്ചാൽ അതൊരു രസമാണ്, അതൊരു പ്രൗഡാണ്. പിന്നെ വേറൊരു കാര്യം കൂടി നടന്നു. ഞാൻ എൻ്റെ ബിസിനസ് പാർട്ട്ണർ ദിൻകറിനെ മീറ്റ് ചെയ്തു. പഠിത്തമൊക്കെ കഴിഞ്ഞു. അദ്ദേഹം വലിയൊരു R&D ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഒരു MNCയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. അതായത് ഈ സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ഒരു SMEക്ക് അവർക്കായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇന്ത്യയിൽ ഇന്നോവേഷൻ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? സോ ഈ ഐഡിയ ഞാൻ എൻ്റെ പാർട്ട്ണർ ദിനകറിനോട് ഞാൻ പറഞ്ഞു, ദിസ് ഈസ് സംതിങ് വി ഷുഡ് ഡു. സെൽ ഇന്നോവേഷൻസ്, സെൽ R&D ആസ് എ സർഫേസ്. സോ അതായിരുന്നു എന്റെ അടുത്ത ചുവടുവയ്പ്. സോ R&D ആസ് എ സർവീസ് ആയിട്ട് ആദ്യത്തെ കമ്പനി തുടങ്ങി. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ്. 2 പേരും കൂടി കമ്പനി തുടങ്ങി. 100 പേരുള്ള ഒരു ടീം ഉണ്ടായി. കോടിക്കണക്കിന് രൂപ ബിസിനസ്സിലൂടെ കൊണ്ടുവന്നു. പല പ്രോഡക്റ്റ് കമ്പനീസുമായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഞങ്ങളെ EVയിലേക്ക് മാറ്റി പിടിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ചിന്തയാണ്, നമുക്കൊരു EV കമ്പനി തുടങ്ങിയാൽ എന്താ എന്ന്. അതിലൂടെ മില്യൺസ് ഓഫ് ലൈഫിനെ ടച്ച് ചെയ്യാൻ പറ്റുമോ എന്ന്. അവിടെ നിന്നാണ് ഈ EV ജേർണി തുടങ്ങിയത്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഓബൻ ഇലക്ട്രിക്. ഞാൻ ആദ്യം ഹയർ ചെയ്തത് സാഗറിനെയാണ്, ഹു ഈസ് ടുഡേ അവർ കോ ഫൗണ്ടർ. ഇദ്ദേഹവും മുൻപ് ഒരു ഫൗണ്ടർ ആയിരുന്നു, അതുപോലെ ഒരു EV ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് ഓബൻ ഇലക്ട്രിക് ആസ് എ കമ്പനി ഒരു പാഷനായിട്ട് ബിൽഡ് ചെയ്തിരിക്കുകയാണ് ടു ബിക്കം ആൻ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ കമ്പനി ഫ്രം ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ ഫോർ ദ ഗ്ലോബ്.